Good afternoon. 13, 15, 16. ഓക്കെ. ഞാൻ അസൈൻമെന്റിന്റെ മാർക്കൊക്കെ ലിൻവേസിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ എനിവൺ ആരെങ്കിലും അസൈൻമെന്റ് വെച്ചിട്ട് മാർക്ക് ഇട്ടിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. ചിലപ്പം വിട്ടുപോയതായിരിക്കും. സോ എല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല ലിൻവേസിൽ. സോ അസൈൻമെന്റ് 1, 2, 3 ഇതിന്റെ മാർക്ക് ചെക്ക് ചെയ്യുക. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടും ഞാൻ മാർക്ക് ഇട്ടിട്ടില്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. ഷിബിലി ഉണ്ടോ? ഷിബിലി ക്ലാസ്സിലില്ല. ഷബീബ് മുഹമ്മദ് ഷബീബ് ജോയിൻ ചെയ്യുന്ന ഞാൻ കണ്ടിരുന്നല്ലോ. ഇവിടെ ഷബീബ് വോയിസ് ആണ്, വോയിസ് ഓൺ ചെയ്യും. ഹലോ. ഓക്കെ, സോ നമുക്ക് 2 അവർ ഉണ്ട്. ഫിസിക്സ് ആണ് ഇനി വരുന്ന 2 അവർ. സോ ഫസ്റ്റ് അവർ നമ്മൾ കുറച്ച് തിയറി ഡിസ്കസ് ചെയ്യും. അതായത് ഒരു ടോപ്പിക് നമ്മൾ മൊഡ്യൂൾ 4 നമ്മളൊരു അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഒരു 2-3 ക്ലാസ് കൊണ്ട് നമ്മൾ മൊഡ്യൂൾ 4 കംപ്ലീറ്റ് ചെയ്യും. സോ നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആദ്യത്തെ ഒരു അവർ അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് ഡിഫൈൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് അവർ നമുക്ക് ട്യൂട്ടോറിയൽ, അതായത് പീസോ ഇലക്ട്രിക് ഓസിലേറ്റർ, മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ, ഇതിൻ്റെയൊക്കെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഇക്വേഷന് ഫണ്ടമെന്റൽ ഫ്രീക്വൻസിക്കുള്ള ഒരു ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഈ മൊഡ്യൂളിൽ സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണത്. സോ അത് സെക്കൻഡ് അവർ ട്യൂട്ടോറിയൽ ആയിട്ട് നമ്മൾ നോക്കും. സോ ട്യൂട്ടോറിയൽ നോട്ട് എടുക്കുക. സോ ഏകദേശം എല്ലാവരും ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. റിയാസ് സാഹിബ്, നെറ്റ്വർക്ക് പ്രോബ്ലം ആണോ? സാർ കേറാൻ പറ്റുന്നില്ലേനു. ഷബീബ് വോയിസ് ആണ്. 2 ഷബീബ് ഇട്ടിട്ടുണ്ടല്ലോ, എന്താ സംഭവം? 2 ഷബീബ്. അതൊന്ന് ഷിബിലിയാണ്. ഷിബിലിക്ക് വോയിസ് ഓൺ ആക്കാൻ വരുന്നില്ല. അല്ല, നിന്റെ അസൈൻമെന്റ് ഞാൻ മാർക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിന്യൂ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ്. നോക്കിയിട്ടില്ല, നോക്കണം. ഓക്കെ. So in our previous classes, we were discussing about some of the method of producing ultrasonic waves. എന്താണ് ultrasonic waves എന്ന് നമ്മൾ പഠിച്ചു. Ultrasonic waves എന്ന് പറഞ്ഞാൽ acoustic waves തന്നെയാണ്, അല്ലെങ്കിൽ sound waves which are propagating through certain medium, but the frequency, ആ sound waveന്റെ അല്ലെങ്കിൽ acoustic waveന്റെ frequency എന്തായിരിക്കും? It is about 20 kilohertz. So in order to produce such an acoustic wave with a frequency greater than 20 kilohertz, we are using some advanced methods. So ഈ 20 കിലോഹെർട്സിനേക്കാൾ അധികം ഫ്രീക്വൻസി ഉള്ള സൗണ്ട് വേവ്സ്, അതായത് അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചില ടെക്നിക്സ് ആവശ്യമാണ്, അല്ലെങ്കിൽ ചില അഡ്വാൻസ്ഡ് മെത്തേഡ്സ് ആവശ്യമാണ്. അങ്ങനെയുള്ള 2 മെത്തേഡ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? മാഗ്നറ്റോസ്ട്രിക്ഷൻ മെത്തേഡ്, അല്ലെങ്കിൽ മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ ആൻഡ് പീസോ ഇലക്ട്രിക് ഓസിലേറ്റർ. സോ ഈ 2 മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് നമ്മൾ അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പഠിച്ചു. അതിനാവശ്യമായ ഒരു ഓസിലേറ്റർ സർക്യൂട്ട് വിത്ത് LC ഓസിലേറ്റർ ഒക്കെ നമ്മൾ ഒരു ഫിഗർ വരച്ചിരുന്നു. കൂടാതെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് വി ആർ ടോക്കിംഗ് അബൌട്ട് അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ. വാട്ട് ഈസ് അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ? സോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ടെക്സ്റ്റിലെ പേജ് നമ്പർ 207 ultrasonic diffractometer എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. സോ വാട്ട് യു മീൻ ബൈ ആൻ അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ, ഓർ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ആൻ അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ? സോ നിങ്ങൾ ഹെഡിങ് അല്ലെങ്കിൽ ടോപ്പിക്ക് പറയുന്ന പോലെ തന്നെ അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ
is used for calculating the velocity and wavelength of an ultrasonic wave. Ultrasonic വേവിൻ്റെ വെലോസിറ്റി കൂടാതെ വേവ് ലെങ്ത് ഇത് രണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ എന്ന് പറയുന്ന equipment use ചെയ്യുന്നത്. So what happens when a quartz crystal is placed between two metal plates and it is set into vibration using an RF oscillator? അല്ലെങ്കിൽ ഒരു പീസോ ഇലക്ട്രിക് ഓസിലേറ്റർ യൂസ് ചെയ്ത് നമ്മളൊരു പീസോ ഇലക്ട്രിക് അല്ലെങ്കിൽ ഒരു പീസോ ഇലക്ട്രിക് മെറ്റീരിയലിനെ, ഉദാഹരണത്തിന് ഒരു ക്വാർട്സ് ക്രിസ്റ്റലിനെ ഒരു ലിക്വിഡിൽ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. വാട്ട് വിൽ ഹാപ്പൻ? എന്ത് സംഭവിക്കും? ദർ വിൽ ബി വൈബ്രേഷൻസ്. എന്ത്? ഈ ഉദാഹരണത്തിന് ഈ ഫിഗർ, ലുക്ക് അറ്റ് ദിസ് ഫിഗർ, അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്ററിന്റെ ഒരു സ്കീമാറ്റിക് ഫിഗർ ആണ് ഇവിടെ. ദാറ്റ് മീൻസ് വി ആർ പ്രൊഡ്യൂസിങ് അൾട്രാസോണിക് വേവ്സ് ഫ്രം എ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ. ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എന്ത് ചെയ്യുന്നു? അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. വി ആർ പ്രൊഡ്യൂസിങ് അൾട്രാസോണിക് വേവ്സ് ഫ്രം എ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ. Now what happens? സോ ഇതൊരു ലിക്വിഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ലിക്വിഡ് ആണെങ്കിലും എയർ ആണെങ്കിലും രണ്ടും മീഡിയം ആണ്. സോ വാട്ട് ഹാപ്പൻസ്? സോ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന് ചുറ്റുമുള്ള സറൗണ്ടിങ് മീഡിയം, സറൗണ്ടിങ് പാർട്ടിക്കിൾസ് ഓഫ് മീഡിയം, അല്ലെങ്കിൽ ഏതാണോ സറൗണ്ടിങ് മീഡിയം അതിലെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു വൈബ്രേറ്റ്. അതും ഒരു വൈബ്രേഷനിലാവും. ഓർ ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു വൈബ്രേറ്റ് ലോഞ്ചിറ്റ്യൂഡിനലി, and longitudinal waves or sound waves which have frequency greater than 20 kilohertz. 20 kilohertz-നേക്കാൾ frequency ഉള്ള sound waves build up ചെയ്യും. So what is happening? So we can say longitudinal waves or vibration, particle vibration എന്ത് ചെയ്യുന്നു? മീഡിയത്തിൽ കൂടി propagate ചെയ്തു പോകും. Now what happen if we place a metal here? If we place a metal plate here or a reflector here, എന്ത് സംഭവിക്കും? സോ ഇതൊരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അൾട്രാസോണിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ത് ചെയ്യും? ഈ ലിക്വിഡിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്ത് വരും. ഈ ഒരു പൊസിഷനിൽ ഞാനൊരു റിഫ്ലക്ടർ വെക്കുകയാണെങ്കിൽ, റിഫ്ലക്ടർ പ്ലേസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു മെറ്റൽ പ്ലേറ്റ് പ്ലേസ് ചെയ്യാണ്. സോ വാട്ട് ഹാപ്പൻസ്? സോ ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ സംഭവിക്കും? ദിസ് വൈബ്രേഷൻസ് വിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ്, അല്ലെങ്കിൽ ഈ വേവ് എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. നിങ്ങൾ മെൽസ് എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഒരു സ്ട്രിങ്ങിനെയുള്ള വൈബ്രേഷൻ എങ്ങനെ റിഫ്ലക്ട് ചെയ്യിപ്പിച്ച് ലൂപ്പ് ഫോം ചെയ്തു. മെൽസ് എക്സ്പെരിമെന്റിൽ ലൂപ്പ് ഫോം ചെയ്തെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. ഇങ്ങനെ എന്താ ചെയ്തേ? ദാറ്റ് മീൻസ് ട്രാൻസ്വേഴ്സ്. അതിന്റെ കേസിൽ ട്രാൻസ്വേഴ്സ് ആയാലും ലോഞ്ചിറ്റ്യൂഡിനൽ ഏത് മോഡാണെങ്കിലും അല്ലെങ്കിൽ ഏത് മെത്തേഡ് ആണെങ്കിലും നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്ന സ്ട്രിങ്ങിനെ നമ്മളൊരു അറ്റത്ത് ടൈ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരറ്റത്ത് ജസ്റ്റ് കെട്ടി വെച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു ഫിക്സ്ഡ് പോയിന്റ് ആണ്. സോ ആ ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് വേവ് അഗെയിൻ റിഫ്ലക്ട് ചെയ്ത് വേവിന്റെ ഒറിജിനിലേക്ക് വരുന്നു. സിമിലർലി ഇവിടെ നമ്മൾ റിഫ്ലക്ടർ വെച്ച് കഴിഞ്ഞാൽ, ഓർ ഇഫ് വി പ്ലേസ് സം മെറ്റീരിയൽ ഇൻ ഓർഡർ ടു റിഫ്ലക്ട് ദിസ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, എന്ത് സംഭവിക്കും? ഇവിടെ അൾട്രാസോണിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്ത് വന്നു. അഗെയിൻ ഇറ്റ് വിൽ റീച്ച് ഹിയർ. വേവ് എന്ത് ചെയ്യും? അഗെയിൻ ഇറ്റ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദിസ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ. വേവ് എന്ത് ചെയ്യും? പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിലേക്ക് തിരിച്ച് റിഫ്ലക്ട് ചെയ്യും. സോ വി ക്യാൻ സേ എ സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ ഈസ് ഫോംഡ് ബിറ്റ്വീൻ the source of this ultrasonic wave and this reflector. So നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എന്ന് പറയുന്ന അൾട്രാസോണിക് വേവ്സിന്റെ പ്രൊഡക്ഷൻ നടക്കുന്ന സോഴ്സിനും കൂടാതെ ഈ റിഫ്ലക്ടറിനും ഇടയ്ക്ക് ഒരു സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ ഫോം ചെയ്തു. വാട്ട് ഈസ് എ സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ? സോ നിങ്ങൾക്ക് മെൽസ് എക്സ്പെരിമെന്റ് മനസ്സിലാക്കി ചെയ്തവർക്ക് അറിയാം എന്താണ് സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ. സോ ഒരു ഇൻസിഡന്റ് വേവും ഒരു റിഫ്ലക്റ്റഡ് വേവും കൂടിച്ചേർന്നുണ്ടാകുന്ന വേവ് പാറ്റേൺ ആണ് സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ. സോ this is a standing wave pattern and it is not a simple. ഇത് അത്ര സിമ്പിൾ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ലാബിൽ ചെയ്ത എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ മെൽസ് എക്സ്പെരിമെന്റ് കേസിൽ നമുക്കൊരു ലൂപ്പ് സ്ട്രക്ചർ, സ്റ്റാൻഡിംഗ് വേവിന് ഒരു ലൂപ്പ് സ്ട്രക്ചർ കിട്ടാനുള്ള കാരണം, വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? അത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. കാരണം വേവ് എന്താണ്? നമ്മളെ സ്ട്രിങ്ങിലെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് എന്താണ്? വൈബ്രേറ്റ് ചെയ്യുന്നത് ട്രാൻസ്വേഴ്സ് ആയിട്ടാണ്, അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് അല്ലെങ്കിൽ അപ്പ് ഓർ ഡൗൺ ആണ്. ബട്ട് ദ പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് വേവ്, അൾട്രാസോണിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, സൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. അതിന്റെ അർത്ഥം ഒരു മീഡിയത്തിൽ കൂടി അൾട്രാസോണിക് വേവ് അല്ലെങ്കിൽ സൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സോ ഇല്ലെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കട്ടെ. 1 മിനിറ്റ്.
Okay, so this is a image of sound propagation. This sound propagation ഒരു image ആണ്. Okay, look at here. ഇവിടെ നോക്കുക, ഇവിടെ എന്താ സംഭവിക്കുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? സൗണ്ട് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ട്രാൻസ്വേഴ്സ് വേവ് അല്ല. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ മീഡിയത്തിൽ ഏതാണോ വേവിന്റെ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, ഉദാഹരണത്തിന് സൗണ്ട് ആണെങ്കിൽ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ഈ ബ്ലാക്ക് ലൈൻസ് നിങ്ങൾ നോട്ട് ചെയ്തോ? ബ്ലാക്ക് ലൈൻസ് 1 2 3 4 5 6, ഈ ബ്ലാക്ക് ലൈൻസ് ഇതാണ് ഇക്വിലിബ്രിയം പോയിന്റ്. ആ പോയിന്റിൽ നിന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, അതായത് വേവ് എങ്ങോട്ടാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്, അതിൻ്റെ അതേ ഡയറക്ഷൻ അല്ലെങ്കിൽ ആ വേവ് പ്രൊപ്പഗേഷന് പാരലൽ ആയിട്ടാണ് മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ദർ വിൽ ബി എ പ്രഷർ വേരിയേഷൻ ദിസ് പാത്ത്. ഈ ഒരു പാത്തിൽ എന്ത് സംഭവിക്കും? പ്രഷർ വേരിയേഷൻ ഉണ്ടാവും. അതായത് ഈ ഒരു പാർട്ടിൽ എന്ത് ചെയ്യും? ഇക്വിലിബ്രിയത്തിൽ നിന്ന് രണ്ട് സൈഡിലേക്കും അല്ലെങ്കിൽ ടു എയ്തർ ഡയറക്ഷൻ അല്ലെങ്കിൽ ടു എയ്തർ സൈഡ്സ് മീഡിയത്തിലെ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. സോ ഇവിടെ ഒരു കംപ്രഷൻ റീജിയൻ ഫോം ചെയ്യും. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് കൂടിച്ചേർന്നുള്ള, അപ്പൊ അവിടെ ഒരു പ്രഷർ റീജിയൻ ഫോം ചെയ്യും അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടിയൊരു റീജിയൻ ഫോം ചെയ്യും. അതിനെയാണ് കംപ്രഷൻ എന്ന് പറയുന്നത്. കൂടാതെ ഒരു സൈഡിൽ കംപ്രഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റൊരു സൈഡിൽ പാർട്ടിക്കിൾസിന്റെ അബ്സെൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ഡെൻസിറ്റി കുറഞ്ഞൊരു റീജിയൻ ഉണ്ടാവും. അതിനെ നമ്മൾ റെയർ ഫാക്ഷൻ എന്ന് വിളിക്കും. സോ ഒരു മീഡിയത്തിൽ കൂടി സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം ഇറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ പ്രൊപ്പഗേഷൻ, അല്ലെങ്കിൽ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് ഇറ്റ് ഈസ് വൈബ്രേറ്റിംഗ് ലോഞ്ചിറ്റ്യൂഡിനലി അല്ലെങ്കിൽ പാരലൽ ടു ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ഈ സ്പീക്കറിൽ നിന്ന് ഇയറിലേക്ക് പോകുന്ന പോലെ പാരലൽ ടു പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ഈ പാരലൽ വൈബ്രേഷൻ കാരണം ദർ വിൽ ബി എ റീജിയൻ ഓഫ് കംപ്രഷൻ ആൻഡ് ഓൾസോ ദർ വിൽ ബി എ റീജിയൻ ഓഫ് റെയർ ഫ്രാക്ഷൻ റെയർ ഫാക്ഷൻ. ഈ കംപ്രഷൻ റീജിയനിൽ ഡെൻസിറ്റി പാർട്ടിക്കിൾസ് ഒരുപാട് പാർട്ടിക്കിൾസ് ഉള്ളത് കൊണ്ട് തന്നെ ദർ വിൽ ബി density is high, and in rarefaction region the density is very low. So അതൊന്ന് മനസ്സിലാക്കി വെക്കുക. സോ എന്നിട്ട് ഈ പോയിന്റ് നോക്കുക. സോ അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ, when these ultrasonics are reflected by a reflector, നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ട പോലെ തന്നെ when these ultrasonic waves produced from piezoelectric crystal are reflected by a reflector, the longitudinal stationary waves are produced in liquid. As a result, alternate nodal planes and antinodal planes are formed. So എന്ത് സംഭവിക്കും? നമ്മൾ ഈ അൾട്രാസോണിക് വേവ്സിനെ ഒരു റിഫ്ലക്ടർ വെച്ച് റിഫ്ലക്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ there will be a standing wave pattern. So maximum amplitude ഉള്ള ഈ ഒരു പൊസിഷനെ നമ്മൾ എന്താണ് വിളിച്ചത്? We know the position with maximum amplitude അല്ലെങ്കിൽ മിനിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ള പൊസിഷനെ നമ്മൾ നോഡ് എന്നും മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ള പൊസിഷൻസിനെ നമ്മൾ ആന്റി നോഡ് എന്ന് വിളിക്കുന്നു. സോ ആന്റി നോഡ്സ്. So we can say if we reflect an ultrasonic wave with a reflector, there will be a standing wave pattern, or we can say a series of nodal planes and antinodal planes are formed. A series of nodal and antinodal planes are formed. Nodal plane എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ with minimum amplitude, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട റെയർ ഫ്രാക്ഷൻ റീജിയൻ പോലെ മിനിമം ആംപ്ലിറ്റ്യൂഡ്. സിമിലർലി ആന്റിനോഡൽ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും അല്ലെങ്കിൽ കംപ്രഷൻ റീജിയൻ ആയിരിക്കും. ദേ ആർ ആന്റിനോഡൽ പ്ലെയിൻസ്. And in antinodal planes, so a standing wave pattern, antinodal planes, we can say this is a compression region, so density is maximum. So ഞാനിവിടെ പറയുന്നത്, so at nodal planes the layers are നേരെ തിരിച്ചിട്ടാണ്, ഒന്ന് ക്ഷമിക്കുക. നോഡൽ പ്ലെയിൻസിന്റെ കേസിൽ the layers are crowded together or the compression region and density is maximum. At antinodal planes these layers are separated and density is minimum. അതായത് നോഡൽ പ്ലെയിൻസിൽ എന്ത് സംഭവിക്കും? നോഡൽ പ്ലെയിൻസിൽ ദാറ്റ് ഇസ് എ കംപ്രഷൻ റീജിയൻ. നോഡൽ പ്ലെയിൻ ഈസ് എ റീജിയൻ ഓഫ് കംപ്രഷൻ. And antinodal plane is a region of rarefaction. So due to that, ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഗെയിൻ ആ സൗണ്ട് പ്രൊപ്പഗേഷന്റെ ഫിഗറിലേക്ക് പോവാം. സോ റെയർ ഫാക്ഷൻ റീജിയൻ, ഈക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് റെയർ ഫാക്ഷൻ റീജിയൻ എന്താണ്? വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ്? റെയർ ഫാക്ഷൻ റീജിയൻ ഈക്വിലിബ്രിയം പോയിന്റിൽ തന്നെയാണ്. സോ
rarefaction region എന്ന് പറയുന്നത് എന്താ? The amplitude is minimum, but the compression region, what is the what is the distance of this compression region from equilibrium point? Black line ആണ് equilibrium point എങ്കിൽ maximum compression ഉള്ള regionിലേക്കുള്ള displacement distance എന്താണ്? അതാണ് amplitude. So amplitude is maximum in compression region, and amplitude is minimum in rarefaction region. അത് തന്നെയാണ് ഞാൻ ഇവിടെയും പറഞ്ഞത്. That means in nodal plane, അതായത് ആംപ്ലിറ്റ്യൂഡ് മിനിമം ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? There will be compression, and in nodal planes, so with amplitude maximum, there will be rarefaction. Sorry. So at nodal planes, the layers are crowded together, so there will be a compression region and density is maximum. And at antinodal planes, the layers are separated, rarefactions and density is minimum. So due to this reflection of ultrasonic waves, the ultrasonic waves in the reflection, അല്ലെങ്കിൽ അതൊരു സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആദ്യം ഒരു compression region, പിന്നെ ഒരു rarefaction region, പിന്നെ ഒരു compression region, പിന്നെ ഒരു rarefaction region. അല്ലെങ്കിൽ we can say there will be a region of antinodal planes and region of nodal planes as a series. It can be seen, it can be represented as a acoustic grading. So this setup of nodal planes and antinodal planes behave like slits and opaque spaces of plane transmission grating. Such an arrangement is called acoustic grading. That means this is the piezoelectric oscillator. Here we have waves, ultrasonic wave is propagating. Then from a reflector, this ultrasonic wave is reflecting back. So there we forms a standing wave pattern forms. And here we have nodal planes and antinodal planes. So in these nodal planes, there is a compression region, and antinodal planes, there will be a rarefaction region. So compression region density is maximum, and in rarefaction region density is minimum. This is acoustic grating act ചെയ്യും. കാരണം എന്താണ് ഒരു ഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റിംഗ് is a glass plate consisting of transparent and opaque lines. അല്ലെങ്കിൽ ഒരു ട്രാൻസ്പാരന്റ് ഗ്ലാസ് പ്ലേറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒപ്പാക് സ്പേസസ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എന്ന് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചത്. സോ ലൈറ്റ് വരുന്ന കേസിൽ ട്രാൻസ്പാരന്റ് പാർട്ടിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യും. ഒപ്പാക് പാർട്ടിൽ ട്രാൻസ്പാരൻസി കുറവായതുകൊണ്ട് തന്നെ സംഭവിക്കും, ട്രാൻസ്മിറ്റ് ചെയ്യില്ല. സിമിലർലി ഇഫ് ലൈറ്റ് ഈസ് പ്രൊപ്പഗേറ്റഡ് ത്രൂ ദിസ് ലിക്വിഡ്, സോ ഇങ്ങനെ ഒരു സാഹചര്യം സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ ഫോം ചെയ്തു, എന്നിട്ട് നമ്മൾ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുവാണെങ്കിൽ ദിസ് വിൽ ആക്ട് ആസ് എ ഗ്രേറ്റിംഗ്. എന്താണ്? ഡെൻസിറ്റി കൂടിയ പോയിന്റ്സ്, അതായത് കംപ്രഷൻ റീജിയൻസ് അല്ലെങ്കിൽ ആൻഡ് നോഡൽ പ്ലെയിൻസ്, അതെങ്ങനെ ആക്ട് ചെയ്യും? അത് ഒപ്പാക് സ്പേസസ് ആയിട്ടും. ആൻഡ് ആന്റി നോഡൽ പ്ലെയിൻസ് അല്ലെങ്കിൽ ഡെൻസിറ്റി കുറഞ്ഞ സ്ഥലങ്ങൾ എന്തായിട്ട് ആക്ട് ചെയ്യും? ഇറ്റ് വിൽ ആക്ട് ആസ് ട്രാൻസ്പാരന്റ് റീജിയൻ. ഒരു ലൈറ്റ്, ഒരു ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എങ്ങനെ ലൈറ്റിനോട് ബിഹേവ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഒരു സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ ഓഫ് അൾട്രാസോണിക് വേവ് ബിഹേവ് ചെയ്യും. സോ ദേ ആർ കോൾഡ്, സോ ദിസ് സെറ്റപ്പ് ഈസ് കോൾഡ് acoustic grating. സോ ഈ ഒരു സെറ്റപ്പിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? acoustic grating എന്ന് വിളിക്കാൻ പറ്റും. This setup is called acoustic grating. സോ നിങ്ങൾ പേജ് നമ്പർ 207 അതിലെ ആദ്യത്തെ പാരാഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കുക. പേജ് നമ്പർ ടെക്സ്റ്റിലെ പേജ് നമ്പർ 207 അതിലെ ആദ്യത്തെ പാരാഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കുക.
ടെക്സ്റ്റിലെ പേജ് നമ്പർ 207, 208. ആദ്യത്തെ ഒരു പാരാഗ്രാഫ് വായിച്ചു നോക്കുക, അതാണ് പറയുന്നത്. ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. സോ ഈ ഫിഗർ തന്നെ നിങ്ങൾ എക്സാമിന് വരയ്ക്കണമെന്നില്ല. ഈ ഒരു അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റിൽ ഫിഗർ ഉണ്ട്. ടെക്സ്റ്റിലെ പേജ് നമ്പർ 208 ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതായാലും യൂസ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം ഏത് ഫിഗർ വരയ്ക്കണം. Okay, so നിങ്ങൾ വായിച്ചു എന്ന് വിചാരിക്കുന്നു. So we can say, so the point is, due to the standing wave pattern, ഈ അൾട്രാസോണിക് വേവ് ഒരു ലിക്വിഡിൽ ഒരു സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ ഫോം ചെയ്തു കഴിഞ്ഞാൽ we can see that as അല്ലെങ്കിൽ we can represent, or it represents an acoustic grading. ഇതിന്റെ ഡെൻസിറ്റി വേരിയേഷൻ കാരണം അൾട്രാസോണിക് വേവ് സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ ഫോം ചെയ്തു, അല്ലെങ്കിൽ സൗണ്ട് വേവ് സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ ഫോം ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കണ്ടിന്യൂസ് ആയിട്ട് ഡെൻസിറ്റി വേരിയേഷൻ നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ ലിക്വിഡിന്റെ ഡെൻസിറ്റി വേരിയേഷൻ കാരണം ലൈറ്റ് ഡെൻസിറ്റി കൂടിയതും കുറഞ്ഞതുമായ ലിക്വിഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന വിധം വേറെയാണ്. ഇപ്പൊ ലിക്വിഡിന്റെ ഡെൻസിറ്റി വളരെ ഡെൻസിറ്റി ഉള്ള ലിക്വിഡ് ആണെങ്കിൽ ലൈറ്റിനോട് അത് ഒപ്പാക്ക് ആയിട്ട് ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ ലൈറ്റ് അത് കടത്തിവിടില്ല. അല്ലെങ്കിൽ ഡെൻസിറ്റി കുറഞ്ഞ ഒരു മീഡിയത്തിൽ കൂടി ലൈറ്റ് പെട്ടെന്ന് കടന്നു പോകും. സോ ലൈറ്റ് ഒരു ലിക്വിഡിനോട് ബിഹേവ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. സോ അൾട്രാസോണിക് വേവ്സ് എന്താ ചെയ്യുന്നത്? ഈ ലിക്വിഡിൽ ഡെൻസിറ്റി വേരിയേഷൻസ് ആണ് സംഭവിപ്പിച്ചിരിക്കുന്നത് ഡ്യൂ ടു ദി സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ. സോ ഇവിടെ ഡെൻസിറ്റി കൂടിയിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ഡെൻസിറ്റി കുറയും. സിമിലർലി ഹിയർ ഡെൻസിറ്റി ഈസ് ഹൈ, ഹിയർ ഡെൻസിറ്റി ഈസ് ലോ ഡ്യൂ ടു ദിസ് continuous arrangement of this nodal and antinodal planes. So what happens if light is incident, a monochromatic light beam is incident on this apparatus? Your apparatus ഒരു monochromatic light beam നമ്മൾ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സോ ദിസ് ഈസ് ദ റിപ്പീറ്റിംഗ് പാറ്റേൺ. ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന പാറ്റേൺ ഏതാണ്? ഒരു ഒപ്റ്റിക് ഗ്രേറ്റിംഗിന്റെ കേസിൽ, അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗിന്റെ കേസിൽ, അല്ലെങ്കിൽ പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗിന്റെ കേസിൽ വാട്ട് ഈസ് ദ റിപ്പീറ്റിംഗ് പാറ്റേൺ? ഒപ്പാക് ലെങ്ത് പ്ലസ് ട്രാൻസ്പാരന്റ് പാർട്ട്, എ പ്ലസ് ബി ആയിരുന്നു റിപ്പീറ്റിംഗ് പാറ്റേൺ. ഹിയർ വാട്ട് ഈസ് റിപ്പീറ്റിംഗ് പാറ്റേൺ? ഹിയർ വി ക്യാൻ സേ, ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന പാറ്റേൺ എന്താണ്? സേ ഇറ്റ് ഈസ് ഡി. ദ ലെങ്ത് ഓഫ് റിപ്പീറ്റിംഗ് പാറ്റേൺ ഈസ് ഡി. സോ എന്ത് സംഭവിക്കും? ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് അല്ലെങ്കിൽ സിംഗിൾ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് ഇൻസിഡന്റ് ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ? ദെൻ വി ക്യാൻ ഒബ്സർവ് സെൻട്രൽ മാക്സിമ, ദെൻ ഫസ്റ്റ് ഓർഡർ മാക്സിമ, സെക്കൻഡ് ഓർഡർ മാക്സിമ. ഒരു ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗിൽ ഒരു ലേസർ അടിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ലാബിൽ എന്താ കിട്ടിയത്? ലാബിൽ ചെയ്യുമ്പോൾ എന്താ കിട്ടിയത്? നിങ്ങൾക്ക് ഒരുപാട് സെൻട്രൽ മാക്സിമ നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്തു, അതുപോലെ ഫസ്റ്റ് ഓർഡർ മാക്സിമ, സെക്കൻഡ് ഓർഡർ മാക്സിമ ആൻഡ് സോ ഓൺ. സിമിലർലി ഒരു അക്കോസ്റ്റിക് ഗ്രേറ്റിംഗിലും ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് ബീം നമ്മൾ ഇൻസിഡന്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ വി വിൽ ഒബ്റ്റെയിൻ സീറോത്ത് ഓർഡർ സെൻട്രൽ മാക്സിമ, then first order maxima in either sides and second order maxima in either sides. So if we measure the angle theta, നമ്മൾ ഈ ആംഗിൾ തീറ്റ മെഷർ ചെയ്യാന്ന് വിചാരിച്ചു. If we measure the angle theta, then we know what is grating equation. Grating equation എന്തായിരുന്നു? d sin theta is equal to n lambda. d sin theta is equal to n lambda, or d is equal to n lambda by
sin theta. D is equal to n lambda by sin theta. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന മോണോക്രോമാറ്റിക് ബീം ഓഫ് ലൈറ്റിന്റെ വേവ് ലെങ്ത് ലാംഡ നമുക്കറിയാമെങ്കിൽ ഏത് ഓർഡറിന്റെ കേസാണ് നമ്മൾ എടുക്കുന്നത്, വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് സ്പെക്ട്രം വി ആർ ടേക്കിംഗ്, ആൻഡ് തീറ്റ. ഫസ്റ്റ് ഓർഡർ സ്പെക്ട്രം ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് തീറ്റ, ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ, അതായത് സെൻട്രൽ മാക്സിമവും സ്ക്രീനും തമ്മിലുള്ള ലൈനും, അതേപോലെ ദിസ് ഫസ്റ്റ് ഓർഡർ മാക്സിമവും തമ്മിലുള്ള ആംഗിൾ, ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ. So that is theta. So d is equal to n lambda by sin theta. ഈ d എന്ന് പറയുന്ന ലെങ്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഗ്രേറ്റിംഗ് അല്ലെങ്കിൽ ഇൻറഫറൻസ് പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ആംഗിൾ മെഷർ ചെയ്യുക. എങ്ങനെ ഡിഫ്രാക്ഷൻ ആംഗിൾ എങ്ങനെ മെഷർ ചെയ്യുന്നത്? സോ നിങ്ങൾ പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് 1 എന്ന എക്സ്പെരിമെന്റ് ലാബിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു മെത്തേഡ്. സോ അഗെയിൻ നിങ്ങൾ ചെയ്തിട്ടുണ്ട് പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് 2, എങ്കിലും പറയാം ഈ തീറ്റ മെഷർ ചെയ്യുക യൂസിങ് എ സ്പെക്ട്രോസ്കോപ്പ്. ഒരു സ്പെക്ട്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് മെഷർ ചെയ്യാം, ഈ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ തീറ്റ മെഷർ ചെയ്യാം. സോ നമ്മൾ തീറ്റ മെഷർ ചെയ്യുന്നു, എൻ ഏത് ഓർഡർ സ്പെക്ട്രത്തിന്റെ ആംഗിൾ മെഷർ ചെയ്യുന്നത്, ദാറ്റ് ഇസ് എൻ ഓർഡർ ഓഫ് സ്പെക്ട്രം, ആൻഡ് സൈൻ തീറ്റ ലാംഡ നമുക്കറിയാമെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് ഡി കാൽക്കുലേറ്റ് ചെയ്യാം. നൗ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദിസ് ഡി ആൻഡ് വേവ് ലെങ്ത് ഓഫ് അൾട്രാസോണിക് വേവ്? അൾട്രാസോണിക് വേവിന്റെ വേവ് ലെങ്ത്തും ഈ ഡിയും തമ്മിലുള്ള ബന്ധം എന്താണ്? വാട്ട് ഈസ് ദ റിലേഷൻ? വി നോ ഒരു കംപ്ലീറ്റ് വേവ് ഞാൻ വരയ്ക്കുകയാണ്. ദിസ് ഈസ് എ കംപ്ലീറ്റ് വേവ്. ഇതാണ് ഒരു കംപ്ലീറ്റ് വേവ്, ഓർ ദിസ് ഈസ് എ കംപ്ലീറ്റ് വേവ്. സോ ദിസ് ഈസ് ദ വേവ് ലെങ്ത്, ഓർ ദിസ് റെപ്രസെന്റ്സ് വൺ കംപ്ലീറ്റ്, ഒരു അൾട്രാസോണിക് വേവ്, ഒരു കംപ്ലീറ്റ് വേവ് വരച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ലെങ്ത്. സോ ഫ്രം ദിസ് ഫിഗർ വി ക്യാൻ റൈറ്റ് d is equal to lambda a by 2. അക്കോസ്റ്റിക് വേവിന്റെ അല്ലെങ്കിൽ അൾട്രാസോണിക് വേവിന്റെ വേവ് ലെങ്ത്തിന്റെ ഹാഫ് ആണ് ഡി, റിപ്പീറ്റിംഗ് പാറ്റേൺ, ഈ ഗ്രേറ്റിംഗിന്റെ റിപ്പീറ്റിംഗ് പാറ്റേൺ ആയ ഡി. സോ വി ക്യാൻ റൈറ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? സോ ദാറ്റ് മീൻസ് ഡി ഈസ് ഈക്വൽ ടു ലാംഡ എ ബൈ 2, ഓർ ലാംഡ എ, the wavelength of our ultrasonic wave. ഈ ultrasonic wave ന്റെ wavelength is given by n lambda by 2, sorry, so 2n lambda by sin theta. 2 മുകളിലേക്ക് പോകും, so 2n lambda by sin theta. സോ ഇങ്ങനെ ഒരു അക്കോസ്റ്റിക് ഗ്രേറ്റിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഈ അൾട്രാസോണിക് വേവിന്റെ നമ്മൾ ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന അൾട്രാസോണിക് വേവിന്റെ വേവ് ലെങ്ത് നമുക്ക് മെഷർ ചെയ്യണം. സോ വേവ് ലെങ്ത് മെഷർ ചെയ്യാനുള്ള വഴി എന്താ? ഒരു റിഫ്ലക്ടർ വെക്കുക അതിന്റെ പാത്തിൽ. റിഫ്ലക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാം. ഈ സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ അല്ലെങ്കിൽ ഈ സീരീസ് ഓഫ് ആന്റി നോഡൽ ആൻഡ് നോഡൽ പ്ലെയിൻസ് എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു അക്കോസ്റ്റിക് ഗ്രേറ്റിംഗ് ആയിട്ട് ആക്ട് ചെയ്യും. സോ നമുക്ക് അറിയാവുന്ന വേവ് ലെങ്ത് ഉള്ള ഒരു ലൈറ്റ് ഇതുമായിട്ട് ഇൻസിഡന്റ് ചെയ്യുക. സോ എന്ത് ചെയ്യും, ഇവിടെ ഒരു സ്ക്രീൻ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഒബ്സർവ് ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ, അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ പാറ്റേൺ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. സോ ഒരു സ്പെക്ട്രോമീറ്റർ യൂസ് ചെയ്തിട്ട് അതിന്റെ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ യൂസിങ് ദീസ് ഇക്വേഷൻസ് വി ക്യാൻ കാൽക്കുലേറ്റ് വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദിസ് അൾട്രാസോണിക് വേവ്. സോ ഈ അൾട്രാസോണിക് വേവിന്റെ വേവ് ലെങ്ത് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യുന്നു? ഇതിനെ ഒരു അക്കോസ്റ്റിക് ഗ്രേറ്റിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, എന്നിട്ട് ഒരു ലൈറ്റ് ഇൻസിഡന്റ് ചെയ്തിട്ട് യൂസിങ് ആ ഡിഫ്രാക്ഷൻ പാറ്റേണിന്റെ പ്രോപ്പർട്ടീസ് അനലൈസ് ചെയ്തിട്ടാണ് വി ആർ കാൽക്കുലേറ്റിംഗ് ദ വേവ് ലെങ്ത് ഓഫ് ദിസ് അൾട്രാസോണിക് വേവ്സ്. So wavelength lambda a is equal to d sin theta is equal to n lambda. So grating പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം the equation d sin theta is equal to n lambda, or d is equal to sin theta by n lambda. And from that figure we understand that d is equal to lambda a by 2. Lambda a എന്ന് പറഞ്ഞാൽ wavelength of ultrasonic wave. Wavelength of ultrasonic wave. So lambda a is equal to 2 sin theta by n lambda. And we also know what is the velocity of wave. ഒരു വേവിന്റെ velocity, wavelength lambda and frequency mu ആണെന്ന് വിചാരിക്കുക. Then what is the velocity? Velocity is given as mu lambda, or here what is the velocity? So ഇങ്ങനെ ഒരു സെറ്റപ്പിന്റെ കേസിൽ, ഇങ്ങനെ അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ എക്സ്പെരിമെന്റിന്റെ കേസിൽ വേവ് ലെങ്ത് ലാംഡ എ എന്ന് പറയുന്നത് 2 sin theta by n lambda. So E is equal to frequency of that wave into lambda a, or velocity V is equal to mu into 2 sin theta by n lambda. So ഈ അൾട്രാസോണിക് വേവിന്റെ ഫ്രീക്വൻസി നമുക്കറിയാമെങ്കിൽ ആദ്യം ഈ അക്കോസ്റ്റിക് ഗ്രേറ്റിംഗ് എന്ന് പറയുന്ന ഈ സെറ്റപ്പ് യൂസ് ചെയ്ത്
അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ഒബ്സർവ് ചെയ്ത് അതിന്റെ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ പോലുള്ള പ്രോപ്പർട്ടീസ് മെഷർ ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വി ക്യാൻ കാൽക്കുലേറ്റ് ഓർ വി ക്യാൻ പ്രിഡിക്ട് ദ വേവ് ലെങ്ത് ഓഫ് ദിസ് അൾട്രാസോണിക് വേവ്. സോ ഈ അൾട്രാസോണിക് വേവിന്റെ വേവ് ലെങ്ത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ വേവ് ലെങ്ത് ഒരു ട്രാൻസ്വേഴ്സ് വേവ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ഇസ് എ സ്പെഷ്യാലിറ്റി. സോ ലൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലൈറ്റിന്റെ വേവ് ലെങ്ത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ അടിയിലുള്ള ലാംഡ, ദിസ് ഈസ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. നമ്മൾ യൂസ് ചെയ്ത ലൈറ്റിന്റെ വേവ് ലെങ്ത് ആണ്. ആൻഡ് ഓൾസോ വെലോസിറ്റി ഓഫ് ദിസ് അൾട്രാസോണിക് വേവ് can be calculated using this method. സോ ഇതാണ് അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. സോ ഇത്രമാത്രം മനസ്സിലാക്കിയിരിക്കുക. ഇതുവരെ പറഞ്ഞത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത്രമാത്രം മനസ്സിലാക്കിയിരിക്കുക. അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. അതിലൊരു വഴിയാണ് ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഒരു പീസോ ഇലക്ട്രിക് ഓസിലേറ്റർ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലിക്വിഡിൽ ഈ പീസോ ഇലക്ട്രിക് ഓസിലേറ്റർ പ്ലേസ് ചെയ്യുന്നു. സോ എന്ത് സംഭവിക്കും? അതിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രം ദാറ്റ് അൾട്രാസോണിക് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. സോ ദ അൾട്രാസോണിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യും. വി ആർ യൂസിങ് എ റിഫ്ലക്ടർ. ഈ വേവ് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി റിഫ്ലക്ടർ യൂസ് ചെയ്തു. ഈ വേവ് എന്ത് ചെയ്യും? ഇത് റിഫ്ലക്ട് ചെയ്ത് വീണ്ടും സോഴ്സിലേക്ക് ട്രാവൽ ചെയ്തെത്തും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതൊരു സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ ഫോം ചെയ്തു എന്ന് പറയാൻ പറ്റും. സോ യു നോ വാട്ട് ഈസ് എ സ്റ്റാൻഡിങ് വേവ്. ഈ സ്റ്റാൻഡിങ് വേവ് പാറ്റേണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻസിറ്റി വേരിയേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ആന്റി നോഡൽ പ്ലെയിൻസ് ആൻഡ് നോഡൽ പ്ലെയിൻസ്, ആംപ്ലിറ്റ്യൂഡ് മാക്സിമവും മിനിമം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഡെൻസിറ്റി വേരിയേഷൻസ് ഉണ്ട്. സോ ഈ ഡെൻസിറ്റി വേരിയേഷൻ എന്താ? റിപ്പീറ്റേറ്റീവ് ആണ്. അല്ലെങ്കിൽ ഡെൻസിറ്റി ഒരു സ്ഥലത്ത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ കുറയും. ഇത് റിപ്പീറ്റേറ്റീവ് ആണ്. സോ അല്ലെങ്കിൽ പീരിയോഡിക് ആണെന്ന് പറയാൻ പറ്റും ഈ ഡെൻസിറ്റി വേരിയേഷൻ. സോ ഈ ഡെൻസിറ്റി വേരിയേഷനോട് ലൈറ്റ് ബിഹേവ് ചെയ്യുന്നത് പലതരത്തിലാണ്. ഉദാഹരണത്തിന് ഡെൻസിറ്റി കൂടിയ സ്ഥലങ്ങളിൽ ലൈറ്റ് ഒപ്പാക്ക് ആയിട്ട് കാണപ്പെടും. ഡെൻസിറ്റി കുറഞ്ഞ സ്ഥലങ്ങളിൽ ലൈറ്റ് ട്രാൻസ്പാരന്റ് ആയിട്ട് കാണുകയും അതിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യും. സോ നമുക്ക് ഈ സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ അല്ലെങ്കിൽ ഈ സീരീസ് ഓഫ് നോഡൽ ആൻഡ് ആന്റി നോഡൽ പ്ലെയിൻസിനെ ഒരു ഗ്രേറ്റിംഗ് ആയിട്ടോ റെപ്രസെന്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു അക്കൗസ്റ്റിക് ഗ്രേറ്റിംഗ് സെറ്റപ്പ് എന്ന് നമുക്കതിനെ വിളിക്കാം. സോ ലൈറ്റ് ഈ അക്കൗസ്റ്റിക് ഗ്രേറ്റിംഗിലേക്ക് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു ഗ്രേറ്റിംഗിൽ ലൈറ്റ് ഇൻസിഡന്റ് മോണോക്രോമാറ്റിക് ലൈറ്റ് ബീം ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ നമുക്ക് ഒബ്സർവ് ചെയ്യാം. സോ ഒരു സെൻട്രൽ മാക്സിമം, ഫസ്റ്റ് ഓർഡർ മാക്സിമം, സെക്കൻഡ് ഓർഡർ മാക്സിമം അത് ഒബ്സർവ് ചെയ്യാൻ പറ്റും. സോ ഈ ഡിഫ്രാക്ഷൻ പാറ്റേണിന്റെ പ്രോപ്പർട്ടി എന്താ? വൺ ഓഫ് ദി പ്രോപ്പർട്ടീസ് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ. സോ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷനും ഗ്രേറ്റിംഗ് ഇക്വേഷനൊക്കെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? വി ക്യാൻ കാൽക്കുലേറ്റ് വാട്ട് ഈസ് ദിസ് ഡി, റിപ്പീറ്റിംഗ് പാറ്റേൺ ആയ ഡി എന്താണെന്ന് പറയാൻ പറ്റും. ആൻഡ് ദിസ് ഡി ഇങ്ങനെ വേവ് ലെങ്ത് ഓഫ് അക്കൗസ്റ്റിക് വേവ് അല്ലെങ്കിൽ അൾട്രാസോണിക് വേവിനോട് റിലേറ്റഡ് ആയിരിക്കുന്നത് ഡി ഈസ് ഈക്വൽ ടു ലാംഡ എ ബൈ 2. സോ ദാറ്റ് മീൻസ് ലാംഡ എ ഈ അൾട്രാസോണിക് വേവിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ ഇക്വേഷൻ യൂസ് ചെയ്ത് ഇതിന്റെ വെലോസിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സോ ഇതാണ് പേജ് നമ്പർ 208. ബാക്കി ഭാഗം പറയുന്നത് അതും കൂടി ഒന്ന് വായിച്ചു നോക്കുക. കൂടാതെ പേജ് നമ്പർ 209 ഇതിൽ എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് പഠിക്കുക. അത് ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ ഈ അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ എന്ന് പറയുന്ന എക്സ്പെരിമെന്റിൽ ചെയ്യുന്ന എന്താണ്, ഒരു ഫിഗറും ഉണ്ട്. അതും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക.
സോ ഇത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ സെക്കൻഡ് മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ടായ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ഡിഫ്രാക്ഷൻ ഒരു ഗ്രേറ്റിംഗിൽ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ എന്താണ് ഗ്രേറ്റിംഗ് എലമെന്റ്, എന്താണ് ഗ്രേറ്റിംഗ് ഇക്വേഷൻ, എന്താണ് എ എന്ന് പറയുന്ന ഒപ്പാക് പാർട്ടിന്റെ വിഡ്ത്ത് ആണ്, ബി എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ട്രാൻസ്പാരന്റ് പാർട്ടിന്റെയും ബി എന്ന് പറയുന്നത് ഒപ്പാക് പാർട്ടിന്റെ വിഡ്ത്ത് ആണ്. സോ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ ഒരു അക്കോസ്റ്റിക് ഗ്രേറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഓക്കെ ഗ്രേറ്റിംഗിൽ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ പലതും കണക്റ്റഡ് ആണ് നമ്മുടെ മൊഡ്യൂൾസ് പലതും. സോ ഒന്ന് പഠിക്കാതെ മറ്റൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അറ്റൻഡൻസ് പറഞ്ഞു. 1 2 3 4 5 6 7